ഒരു ചിന്ത തന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആ ഒരു ചിന്തയാണ് ഇന്ന് ഈശോ തന്നത്. നമ്മൾ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വളരെ വിരളമായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. ആരുടെ നാമം? പിതാവിൻ്റെ നാമം. പിതാവിൻ്റെ നാമം നമ്മൾ സ്തുതിച്ചു കൊടുക്കുന്നത് എങ്ങനെയാ? ബിജു കുറച്ചകത്തേക്ക് ഇരുന്ന് ബിജു ഇപ്പകത്തേക്ക് സൗണ്ട് ശരിയാക്കിക്കോളൂ. സൗണ്ട് ചെവി തുറക്കോളൂ. തുറക്കാൻ വേണ്ടിയാ, നിന്റെ ഫേസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മൾ സ്തുതിക്കുന്നത് എങ്ങനെയാ? യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, സ്തോത്രം, ആരാധന. അതങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. പിതാവിനെ വിളിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പുകളില് നമ്മൾ ശ്രദ്ധിച്ചോ? വളരെ വിരളമായിട്ട് മാത്രം പിതാവിൻ്റെ നാമം വരുന്നുള്ളൂ. കഴിഞ്ഞ രാത്രി ഇച്ചിരി വേദനയോടെ ഈശോ ഒരു ചിന്ത തന്നതാണത്. പിതാവ് ഇല്ലെങ്കിൽ പുത്രനുണ്ടോ? പിതാവും പുത്രനും ഇല്ലെങ്കിൽ റൂഹ ഉണ്ടോ? അല്ലേ? 3 in 1 then 1 in 3 മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. ട്രിനിറ്റി ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ത്രിത്വം, ഏക സത്യ ദൈവ ആരാധന. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബുദ്ധിയുടെ തലത്തിലും ഹൃദയത്തിലും ആത്മാവിലും മനസ്സിലാക്കാൻ പറ്റും. ഈ ട്രിനിറ്റിയാണ് ഒരു വലിയ പ്രശ്നം. മറ്റ് മതസ്ഥര് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. എങ്ങനെയാണ് ദൈവം മൂന്നാകുന്നത്? അപ്പൊ ഏക സത്യദൈവത്തോടുള്ള ആരാധനയാണോ? അങ്ങനെയെങ്കിൽ അത് ഏക സത്യദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ എന്തിനാണ് പിതാവ് ദൈവം, പുത്രൻ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? നമ്മുടെ വിശ്വാസം എന്താണ്? ഈശോ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇങ്ങനെ പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുക. എസ്പെഷ്യലി നമ്മുടെ അപ്പോസ്തോലിക സഭയുടെ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക, ഇല്ലേ? ഈ പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ച്, ത്രിത്വം എന്നൊരു വാക്ക്, ട്രിനിറ്റി എന്നൊരു വാക്ക്, ത്രിത്വം എന്നൊരു വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അങ്ങനെ? ഞാൻ എൻ്റെ ഓർമ്മയിൽ എനിക്ക് കിട്ടിയിട്ടില്ല വായിച്ചിട്ട്. പുതിയ നിയമത്തിലെങ്ങും ത്രിത്വം എന്നൊരു വാക്ക്, ദൈവം ത്രിത്വമാണ്, അങ്ങനെ ഒരു വാക്ക് പുതിയ നിയമത്തിലുണ്ടോ? ഉണ്ടോ? ഇല്ല, ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളത് വിശ്വസിക്കുന്നത്? ഈ ത്രിയേക ദൈവത്തെ കുറിച്ച് ഉള്ള ചിന്ത വരുന്നത് പഴയ നിയമത്തിലാണോ പുതിയ നിയമത്തിലാണോ? പുതിയ നിയമത്തിലാണ് അല്ലേ കൂടുതലായിട്ട്? പുതിയ നിയമത്തിലാണ് കൂടുതലായിട്ട് വരിക. ഇത് വളരെ മനസ്സിലാക്കാൻ, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. മനസ്സിലാകില്ല. ഇന്നേ വരെ, ഈ സമയം വരെ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച്
ആരും കൃത്യമായിട്ട് അതെന്താണെന്ന് അതെങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം അത് ദൈവിക രഹസ്യമാണ്. ദൈവിക രഹസ്യമാണ്. ബുദ്ധിയുടെ തലത്തിൽ ദൈവത്തെ ഒരുപക്ഷെ കണ്ടെത്താൻ പറ്റും അല്ലേ? ദൈവത്തെ കണ്ടെത്താൻ പറ്റും. എന്നാൽ ദൈവത്തിന്റെ സ്വഭാവത്തെ കണ്ടെത്താൻ ബുദ്ധിയുടെ തലത്തിൽ കഴിയില്ല. അതിന് ആത്മാവിന്റെ തലത്തിലേക്ക് ഇറങ്ങണം. ആത്മാവിന്റെ തലത്തിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ത്രിത്വത്തെ കുറിച്ചുള്ള ചിന്തയും ബോധ്യവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുക. എന്നാൽ പഴയ നിയമത്തിൽ ഇതിന്റെ സൂചനകളുണ്ട്. ത്രിത്വത്തെ കുറിച്ചുള്ള സൂചനകളുണ്ട്. 2-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ത്രിത്വത്തെ കുറിച്ചുള്ള ഒരു സൂചന സഭയിൽ വരുന്നത്. അന്ത്യോക്യയിലെ മെത്രാനായിരുന്ന തിയോഫിലോസ്, ആ പിതാവാണ് ത്രിത്വത്തെ കുറിച്ച് ആദ്യമായിട്ട് തിരുസഭയിൽ ആ ത്രിത്വത്തിന്റെ പഠനം, അല്ലെങ്കിൽ ദൈവം ത്രിത്വമാണ്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒന്നാണ്, മൂന്നും കൂടി ഒന്നാണ്, ഒന്ന് മൂന്നാണ്, അതിൽ 3 ആളുത്വങ്ങളുണ്ട്, 3 വ്യക്തികളാണ്, കേവലം ശക്തി മാത്രമല്ല വ്യക്തികളാണ്. ഇത് സഭയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? അന്ത്യോക്യയിലെ ഇന്നത്തെ മെത്രാനായിരുന്ന തിയോഫിലോസ് ആ പിതാവാണ് കൊണ്ടുവന്നത്. പുതിയ നിയമത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട് ത്രിത്വത്തെ കുറിച്ച്, അല്ലേ? പഴയ നിയമത്തില് ത്രിത്വത്തിന്റെ എന്തെങ്കിലും സൂചനകൾ നമ്മൾ കാണുന്നുണ്ടോ? ഉണ്ടോ? കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഉണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കിടപ്പുണ്ട്. ഉൽപ്പത്തി 1:26. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് വായിച്ച്. ഉൽപ്പത്തി 1:26. ദൈവം വീണ്ടും അരുളി ചെയ്തു. എല്ലാവരും ചേർന്ന് വായിച്ച്. എല്ലാവരും ബൈബിൾ എടുത്തേ. എല്ലാവരും കയ്യിൽ ബൈബിൾ ഉണ്ടോ? ഇനി ബൈബിളില്ലേ? എന്തേ ബൈബിള്? ഇവർക്കറിയാമല്ലേ ബൈബിൾ കൊണ്ടുവരുന്നുള്ള കാര്യം? കൂട്ടായ്മയിൽ വരുമ്പോൾ എല്ലാവരും ബൈബിൾ കൊണ്ടുവരും. എല്ലാവരും കിട്ടിയോ? ഉൽപ്പത്തി 1:26. എല്ലാവരും ചേർന്ന് വായിച്ചു. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഇവിടെ വചനം എങ്ങനെയാ പറയുന്നത്? ഏകവചനമാണോ ബഹുവചനമാണോ? ഏകവചനമാണോ ബഹുവചനമാണോ? നമ്മൾ ബഹുവചനം ഉപയോഗിക്കുന്നത് എപ്പോഴാ ബഹുവചനം ഉപയോഗിക്കുന്നത്? ഒന്നിൽ കൂടുതൽ. ഇവിടെ ഒന്നിൽ കൂടുതൽ സംഭവം ഉള്ളപ്പോഴാണ്, അല്ലെങ്കിൽ ആളുകൾ ഉള്ളപ്പോഴാണ് ബഹുവചനം ഉപയോഗിക്കുന്നത്, അല്ലേ? മലയാള ഗ്രാമർ അനുസരിച്ച് അങ്ങനെയാണ്. ഇവിടെ എന്താ പറയുന്നത്? നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും. ഉൽപ്പത്തിയുടെ പുസ്തകം അല്ലെ ബൈബിളിന്റെ ആദ്യത്തെ പുസ്തകം, സൃഷ്ടിയുടെ പുസ്തകം എന്നാണ് അറിയപ്പെടുക. സൃഷ്ടിയുടെ പുസ്തകം. അവിടെ ദൈവമായ കർത്താവ് പറയുകയാണ്, നമുക്ക് ആരാണ് ഈ നമ്മൾ? ആരാണ് ഈ നമ്മൾ? ആരായി നമ്മള്? പറഞ്ഞ് ആരാണ് ഈ നമ്മള്? ദൈവം പറയുന്ന ആരായി നമ്മള്? ആരാത്? നമ്മളെന്ന് ദൈവം പറയുമ്പോ ആരായിരിക്കണം അത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സൃഷ്ടികർമ്മത്തില് ആരാ പങ്കാളിയായത്? ആരാ സൃഷ്ടിച്ചത്? എടുത്തി. ഉൽപ്പത്തി പുസ്തകം 1:1 വായിച്ച്. ഉൽപ്പത്തി 1:1. ആരാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്? ആദിയിൽ ഭൂമി ശൂന്യമായിരുന്നു,
ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അവിടെ നിൽക്കട്ടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇവിടെ പിതാവായ ദൈവത്തെ കാണുന്നു. വീണ്ടും ഇവിടെ പരിശുദ്ധാത്മാവായ ദൈവത്തെ കാണുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഇവിടെ പുത്രനെ കാണുന്നില്ല. എന്നാൽ ഇവിടെ പുത്രൻ ഉണ്ടായിരുന്നോ? അത് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് പൗലോസ്ലീഹായിലൂടെയാണ്. എഫേസോസ് ലേഖനത്തെ 2-ാം അധ്യായത്തിന്റെ എഫേസോസ് ലേഖനം 2:10. എഫേസോസ് ലേഖനം 2:10. അതോടെ വായിച്ചെങ്കിൽ നമുക്ക് ക്ലിയർ ആവുള്ളൂ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് മനസ്സിലാകാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ശ്രദ്ധിച്ചിരിക്കുക. 2:10. എഫേസോസ് 2:10. ഒന്നുകൂടെ വായിച്ച്. നാം ദൈവത്തിന്റെ കരവേലയാണ് നമ്മൾ എല്ലാവരും. ആരിൽ സൃഷ്ടിക്കപ്പെട്ടവര്? യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആര്? ലോകത്തിലെ സൃഷ്ടികൾ എല്ലാം. ഇപ്പൊ ഉൽപ്പത്തി 1:1 ആൻസർ കിട്ടിയോ? എഫേസോസ് 2:10. ദൈവം എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആര് മുഖാന്തരം കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? പുത്രനായ ഈശോ വഴിയാണ് എല്ലാം സൃഷ്ടിച്ചത്. അവിടെ സൃഷ്ടിക്ക് സഹായകനായി ആരുണ്ടായിരുന്നു? ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ചലിച്ചു. അപ്പൊ അവിടെ നമ്മളൊരു സംഭവം കാണുകയാണ്. ദൈവമുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. അതിനുശേഷമാണ് 1:26 ഒരു നമുക്ക് നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ സംഭവം നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? തുടർന്ന് തന്നെ വചനം ദൈവം ചെയ്തു. 3-ാമത്തെ വചനം ദൈവം ചെയ്തു. വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം. സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം. സന്ധ്യയായി പ്രഭാതമായി എത്ര ദിവസമായി? നമുക്ക് ഓരോരുത്തർക്ക് എത്ര ദിവസമായി എന്ന് ചോദിച്ചേ. നമുക്ക് എത്ര ദിവസമായി? എത്ര ദിവസമായി ജോബിന്? ഓക്കെ, ഒരു 60 വയസ്സ്. എനിക്കൊരു 60 വയസ്സ്. ഇപ്പോ 60 വയസ്സായി എത്ര ദിവസമായി? കണക്കിൽ എടുക്കുമാരായിരുന്നു നോക്കട്ടെ. 60 × 365. ബിജു 63 18 18,000 ദിവസം. പിന്നെ 6 6 36 6 30. അപ്പൊ എത്രയായി? 900. 3900. 18 3 21. 21,900 ദിവസം ആയി. ആർക്ക്? ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ട് സന്ധ്യയായി പ്രഭാതമായി 21,900 ദിവസം കഴിഞ്ഞിട്ടും മണ്ടന്റെ തലയില് ഇത് കേറിയിട്ടില്ല. ഹല്ലേലൂയ. കേറിയിട്ടുണ്ടോ? ഈ ത്രിത്വത്തെ കുറിച്ച്, പിതാവിനെ കുറിച്ച്, പുത്രനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇത് നമ്മുടെ മണ്ടയ്ക്കകത്ത് കേറിയിട്ടുണ്ടോ എന്നെ ചോദ്യം. ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? 22,000 ദിവസം പിന്നിട്ട മഹാനാണ് ഞാൻ. ഇനി എത്ര ദിവസം ബാക്കിയുണ്ടാവും? എത്ര ദിവസം ബാക്കിയുണ്ടാവും കുഞ്ഞിക്ക്? തമ്പുരാൻ ഒരു 10,000 ദിവസം കിട്ടുമോ? എവിടെ കിട്ടാതാ? എവിടെ 10,000 ദിവസം ഇനി എന്റെ ജീവിതത്തിലുണ്ടോ? എവിടെ കിട്ടാൻ? ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ ചിന്തിച്ചേ, തമാശയല്ല, ചിന്തിച്ചേ, നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ടോ? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച്
ത്രിത്വൈക ദൈവത്തെക്കുറിച്ച് സത്യസന്ധമായിട്ട് മനസാക്ഷിയോട് ചോദിച്ച് നമ്മൾ എത്രയോ വട്ടം ചിന്തിച്ചിട്ടുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ്, പുത്രൻ, എന്തായത്? കുറച്ചുകൂടി എന്നോട് എത്രയോ മക്കൾ സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യം. കുറച്ചുകൂടി ബെറ്റർ അല്ലേ മറ്റു മതം? ഏക സത്യ ആരാധന നടക്കുന്ന മതം ഏതാ? അതാണോ? മുസ്ലിം സഹോദരങ്ങള് അവർക്ക് ഒരൊറ്റ ദൈവമല്ലേ ഉള്ളൂ? അവർക്ക് 3 ദൈവങ്ങളുണ്ടോ? ഉണ്ടോ? അനേകം ക്രിസ്തീയ മക്കള്, കത്തോലിക്കരായിട്ടുള്ള മക്കള് എന്നോട് സംസാരിച്ചിട്ടുള്ള കാര്യമാണത്. കുറച്ചുകൂടി ബെറ്റർ അല്ലേ ഇത്? ഒരൊറ്റ ദൈവത്തെ ആരാധിക്കുക. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒരേ സമയം ഒറ്റ ദൈവത്തെ ആരാധിക്കുക. ഇത് മനസ്സിലാകാത്തത് കൊണ്ട്, ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് അവനിലൂടെ സർവ്വതും സൃഷ്ടിക്കപ്പെട്ടു. വചനം കേൾക്കുകയാണ്. വചനത്തിന്റെ ഉൾക്കാഴ്ച നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ മാത്രം നിൽക്കും, ആത്മാവിലേക്ക് ഇറങ്ങുന്നില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വീണ്ടും പഴയ നിയമത്തില് വന്നേ. നമ്മൾ പഴയ നിയമത്തിലേക്ക് വീണ്ടും വന്നേ. പഴയ നിയമത്തിൽ വീണ്ടും കിടപ്പുണ്ട്. ഇതേ സംഭവം തന്നെ പഴയ നിയമത്തിൽ വീണ്ടും കിടപ്പുണ്ട്. ഉൽപ്പത്തി 18 എടുത്ത് 1-2. ഉൽപ്പത്തി 18 1-2. അവിടെ എന്താ നമ്മൾ കാണുന്നത്? പഴയ നിയമത്തില് പ്രത്യേക ദൈവം ഇല്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഉൽപ്പത്തി 18 വായിച്ചേ. നിലം പറ്റെ താണവരെ വണങ്ങി. മതി. നിലം പറ്റവരെ താണ് വണങ്ങി. ശ്രദ്ധിച്ചേ. മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. ദൈവമായ കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അവൻ കണ്ടത് മൂന്നാളുകളെ. ആരായി 3 ആള്? മക്കളെ, ആരായി 3 ആള്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. 3 ആളുകളാ, 3 വ്യക്തികൾ. അബ്രാഹത്തോട് കർത്താവ് സംസാരിക്കുകയാണ്. അബ്രാഹം തല ഉയർത്തി നോക്കുമ്പോ കാണുന്നത് 3 ആളുകളെ. ദൂതന്മാരല്ല. അങ്ങനെ ഒരു പഠനമുണ്ട്. ദൈവവച്ച ദൂതന്മാരാണ്. അല്ല. ദൈവത്തിലെ 3 ആളുകളാണത്. ത്രിത്വത്തിലെ 3 ആളുകൾ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്തുകൊണ്ടാ ഇത്ര ആധികാരികമായിട്ട് ഞാനത് പറയുന്നത്? തൊട്ടുമുകളിൽ വചനം നോക്കിയാൽ മതി. ദൈവമായ കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. കേട്ടോ? ദൈവം അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നു. അബ്രാഹം നോക്കുമ്പോ 3 ആളുകളെയും കാണുന്നു. ഇത് ദൂതന്മാരാണോ? അല്ല. അങ്ങനെ ചില പഠനങ്ങള് ടോക്കിനെ കേട്ടിട്ടുണ്ട്. അല്ല. ഇത് ദൈവത്തിന്റെ 3 ആളുകളാണ്. ഹല്ലേലൂയ. ഇത്രയും വ്യക്തമായ എവിഡൻസ് പഴയ നിയമത്തിൽ കിടപ്പുണ്ട് ത്രിത്വത്തെ കുറിച്ച്. ഹല്ലേലൂയ. നമ്മളത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇനി
പുതിയ നിയമത്തിലേക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പുതിയ നിയമത്തിലേക്ക് വരാൻ നമുക്ക്. പുതിയ നിയമത്തിലേക്ക് വന്ന മത്തായി 18 വന്നേ. സോറി, മത്തായി 3 അധ്യായം. മത്തായി 3:16. മത്തായി 3:16. മത്തായി 3:16. എല്ലാവരും എടുത്ത് വായിച്ചേ. മത്തായി 3:16. എന്താ അത്? ഉണ്ടോ? എന്താണ് നമ്മൾ വായിച്ചത്? സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. യേശുവിന്റെ ജ്ഞാനസ്നാനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്നാപകനിലൂടെ യേശു സ്നാനപ്പെടുന്നു. യോർദാൻ നദിയിൽ യേശു സ്നാനപ്പെടുന്നു. വെള്ളത്തിൽ നിന്ന് അവൻ കയറി. സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവിടെ സ്നാനപ്പെട്ടതാരാ? പുത്രനാണ്. പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നതാരാ? പരിശുദ്ധാത്മാവാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇതാരുടെ സ്വരമാണ്? പിതാവിന്റെ സ്വരമാണ്. ഇപ്പൊ ഇവിടെ ആരുണ്ട്? പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇതാണ് ത്രിത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് മനസ്സിലാകണം. എന്ത് ചെയ്യണം? ദൈവിക ജ്ഞാനം നിറയണം. നമ്മുടെ മനസ്സ്, ആത്മാവ് തുറക്കപ്പെടണം. ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കുറച്ചുകൂടെ മനസ്സിലാകാൻ നീങ്ങനെ ചൊല്ലി. നിങ്ങളുടെ ഒരു മടി പിടിച്ചിരിക്കുക എല്ലാ കാര്യത്തിലും. ഇത് ആരാണ്? ഇതാരാ? ജസ്റ്റിന്റെ ഇളയ മകളാണ്. അല്ലേ? ഈ ഇളയ മകൾ ജസ്റ്റിനുമായിട്ട് ഇതിൽ ബന്ധമുണ്ടോ? ഉണ്ടോ? ഇവിടെ തന്നെ ഉണ്ടായതാണോ? ഈ കുഞ്ഞെങ്ങനെ ഉണ്ടായി? ഇതെങ്ങനെ ഉണ്ടായി? ഇവളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ജസ്റ്റിനും ഇവളുടെ മാതാവെന്ന് വിളിക്കപ്പെടുന്ന ആഷയും തമ്മിൽ ഒന്നായി തീർന്നപ്പോ ആ ഒന്നായി തീർന്നതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ആര്? അലോണ എന്ന് പറയുന്ന അലോണ എന്ന് പറയുന്ന ഈ കുഞ്ഞ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അലോണ ജസ്റ്റിനാണോ? അല്ല. അലോണ ആശയാണോ? അല്ല. എന്നാൽ ജസ്റ്റിന്റെയും ആശയുടെയും സത്ത ഈ കുഞ്ഞിൽ ഉണ്ട്. ഹല്ലേലൂയ. ജസ്റ്റിന്റെയും ആശയുടെയും അവരിൽ കിടക്കുന്ന അന്തർലീനമായ സത്ത ഈ കുഞ്ഞിൽ ഉണ്ട്. ഈ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായോ? ത്രിത്വത്തെ കുറിച്ച് ഉദാഹരണം പറയാൻ പറ്റത്തില്ല. ഇത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ് എന്ന് പറയുമ്പോൾ അത് വേറെ ദൈവങ്ങളല്ല. അലോണിന്റെ സ്വഭാവത്തിൽ മാറ്റമില്ലേ? ജസ്റ്റിന്റെ സ്വഭാവമാണോ അലോണെങ്കിൽ? ആഷയുടെ സ്വഭാവമാണോ അലോണെങ്കിൽ? ഷേപ്പിൽ മാറ്റമില്ലേ? സ്വഭാവത്തിൽ മാറ്റമില്ലേ? ഉണ്ട്. ദൈവത്തിന്റെ മൂന്നാളുകളിൽ സ്വഭാവത്തിന് മാറ്റമുണ്ട്. പിതാവ് സൃഷ്ടിച്ചതാണ് പുത്രനെ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹഭാജനമാണ്
പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് യാതൊരു വ്യത്യാസവും ഇല്ല. പിതാവിന് കൊടുക്കുന്ന അതേ ബഹുമാനം പുത്രനും, പുത്രന് കൊടുക്കുന്ന അതേ ബഹുമാനം പരിശുദ്ധാത്മാവിനും. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെയും യേശുവിനെയും മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് പോകുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ട് പിതാവ് തുടക്കക്കാരൻ, പിതാവ് തുടക്കക്കാരൻ. ഇവിടെ പറയാ അപ്പം വേണ്ട, അമ്മയും ഞാനും മതി. അപ്പം വേണ്ട, അല്ലോടെ പറയാ അപ്പം വേണ്ട, അപ്പനെ മാറ്റിയെടുത്താം. നടക്കുവോ? നടക്കുവോ? നടക്കില്ല. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. ഇന്ന് കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന അങ്ങോട്ട് പോയി. എപ്പോഴെങ്കിലും ഇടയ്ക്ക് അറിയാതെ ആരെങ്കിലും അപ്പാ പിതാവേ എന്ന് വിളിച്ചെങ്കിലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ദൈവത്തെ വിളിച്ചത് എന്തെന്നാ? എങ്ങനെയാ? പിതാവേ എന്ന ആബാ, അല്ലേ? ആബാ, പിതാവേ എന്നാണ്. ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് ഈശോ ദൈവത്തെ ദൈവമേ എന്ന് വിളിച്ചത്. എപ്പോഴാത് യേശു ദൈവത്തെ ദൈവമേ എന്ന് വിളിച്ചത് എപ്പോഴാ? ജസ്നെ എപ്പോഴാ? LCC ഒന്ന് ഉറക്കപ്പെടാ നീ. കുരിശിൽ കിടന്നുകൊണ്ട് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നീ എന്നെ ഉപേക്ഷിച്ചതെന്ത്? ഒരേ ഒരു പ്രാവശ്യം. അതുകൊണ്ടാണ് ഞാൻ ആദ്യ ആരാധനയിൽ പറഞ്ഞത്, ഈശോയുടെ വേദന കുരിശിൽ കയറിയ വേദനയല്ല. ഈശോയുടെ വേദന ശിരസിൽ മുൾമുടി അടിച്ചിറക്കിയപ്പോൾ അനുഭവിച്ച വേദനയല്ല. ചങ്ക് കുത്തി തുറന്നപ്പോൾ ഉണ്ടായ വേദനയല്ല. കൈകാലുകളിൽ പാണികൾ അടിച്ചിറക്കിയപ്പോൾ ഉണ്ടായ വേദനയല്ല. പിതാവുമായിട്ടുള്ള ആ ഒരൊറ്റ നിമിഷത്തെ ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന വേദന. ഒരു പാപിയുടെ ശിക്ഷ അവൻ ഏറ്റെടുക്കണമെങ്കിൽ, അവന്റെ ശരീരത്തിലേക്ക് ഏറ്റെടുക്കണമെങ്കിൽ പിതാവുമായി ഒരൊറ്റ നിമിഷം ആ ബന്ധം ആ വേദനയാണ് ഈശോ അനുഭവിച്ച വേദന. പിതാവിൽ നിന്ന് അകലുന്ന ആ വേദന. അതുകൊണ്ടാ വിളിച്ചത്, അതുകൊണ്ടാ കരഞ്ഞത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിത്തരണമേ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇതിനെ കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെ ഹൃദയത്തിൽ, ആത്മാവിൽ ജ്വലിക്കുന്നതിനെ കുറിച്ച് ആദ്യം മനസ്സ് തുറക്കപ്പെടണം. മനസ്സ് തുറക്കപ്പെടണം. അപ്പോസ്തലപ്രവർത്തനം 16-ാം അധ്യായം എടുത്തേ. അപ്പോസ്തലപ്രവർത്തനം 16-ാം അധ്യായം. നമ്മുടെ കഴിവ് കൊണ്ടും ഭക്തികൃത്യങ്ങൾ കൊണ്ടും മല ചവിട്ടിയത് കൊണ്ടും കയറിയത് കൊണ്ടും എഴുതിയതുകൊണ്ടൊന്നും മനസ്സ് തുറക്കപ്പെടില്ല. മനസ്സ് തുറക്കപ്പെടണമെങ്കിൽ മനസ്സ് തുറക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോസ്തലപ്രവർത്തനം 16-ന്റെ 14 വായിച്ചേ. 14-ന്റെ 14.
റോമാ സാമ്രാജ്യത്തിന്റെ അധീനയിലായിരുന്ന മക്കെദോനിയ എന്ന സ്ഥലം, ആ ഗ്രാമത്തില് ഒരു പട്ടുവിൽപ്പനക്കാരി, മോശപ്പെട്ട ആളൊന്നും അല്ല കേട്ടോ, അന്നത്തെ അവിടുത്തെ പട്ടുവിൽപ്പനക്കാരി എന്ന് പറഞ്ഞാൽ റിച്ചാണ് ആള്. ലിദിയ എന്ന പെൺകുട്ടി, പട്ടുവിൽപ്പനക്കാരി. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം ആര് തുറന്നു? കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. കർത്താവ് തുറക്കാതെ മക്കളെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഇത് ഗ്രഹിക്കാൻ, ത്രിത്വത്തെ കുറിച്ച് ഗ്രഹിക്കാൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ് എന്ന് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ കർത്താവ് നമ്മളുടെ മനസ്സ് തുറന്നു തരണം. നമ്മളുടെ ഹൃദയം കർത്താവ് തുറന്ന് തരണം. നമ്മൾ തുറന്നിട്ട് കാര്യമില്ല, കർത്താവ് തുറന്നു തരണം. അങ്ങനെ തുറന്നപ്പോ എന്താ സംഭവിച്ചത്? അവിടെ കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച അവൾ ഞങ്ങളോട് പറഞ്ഞു, കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ ഗണിക്കുന്നെങ്കിൽ ഇന്ന് എന്റെ ഭവനത്തിൽ വന്ന് താമസിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ അവൾക്ക് വഴങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിച്ചെന്നാ പറയുന്നത്. പിന്നീട് യേശു കർത്താവിനെ രക്ഷകരമായി സ്വീകരിച്ചു. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. കർത്താവ് നമ്മളുടെ ഹൃദയം തുറക്കാതെ മക്കളെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല, മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇനി എപ്പ പ്രാർത്ഥന തുടങ്ങിയാലും എങ്ങനെ തുടങ്ങണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, ആമേൻ. എങ്ങനെ അവസാനിപ്പിക്കണം? തുടങ്ങുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എങ്ങനെ അവസാനിപ്പിക്കണം ചോദിട്ടാ? എങ്ങനെ അവസാനിപ്പിക്കണ്ടേ? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്. തുടങ്ങുന്നത് നാമത്തിൽ. The name of Almighty God, Son and the Holy Spirit. തുടങ്ങുന്നതെല്ലാം അങ്ങനെയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിന്നെ എപ്പ പ്രാർത്ഥന തുടങ്ങിയാൽ അങ്ങനെ തുടങ്ങാം. ഭക്ഷണം കഴിക്കുമ്പോഴും അങ്ങനെ പ്രാർത്ഥനയുണ്ട്. മനസ്സിലായാലും പ്രാർത്ഥന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അവരുടെ ഭക്ഷണം, യാത്ര തുടങ്ങുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, മക്കളെ പഠിക്കാനിരിക്കുമ്പോൾ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ, ഏതൊരു കാര്യത്തിലും, എന്തൊരു കാര്യത്തിലും, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ, സ്കാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ, എന്തൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് പറയണം? മനസ്സില് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അങ്ങനെ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്നല്ല ഒന്നാണ്. There is one God. Yes, അത് നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുക്കണം, ആത്മാവിൽ ഏറ്റെടുക്കണം. യെസ്, നമുക്ക് ചടിയണിക്കാം. സമയം തീരുന്നു.